അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ദിയേൻ്റെ ഋതുമതി ചടങ്ങ് നടക്കുകയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അതായത് ഈ ഒരു ഫാമിലിയിലെ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഓരോ ചടങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ത്രില്ലിലായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഡ്യൂട്ടി എൻ്റെ നാത്തൂനായിട്ടുള്ള അമ്മൂനാണ് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ പുഴ, തോട്, കുളം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഏരിയ ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ പുഴയൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവരും കൂടെ പുഴയ്ക്ക് പോവാണ് കേട്ടോ. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ മൂത്തമ്മ, അമ്മ, ചേച്ചി അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങൾ ആദ്യം പോയത് പുഴയ്ക്കായിരുന്നു കേട്ടോ. മഞ്ഞളെണ്ണയൊക്കെ റെഡിയാക്കി പോയതായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ മൂഞ്ചി ഗൈസ്, അതായത് പുഴയിലൊരു നായകനെ ചത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് ഓലിക്ക് എത്തിയിട്ടോ. അപ്പോൾ പിന്നെയുള്ള ബാക്കി എല്ലാ ചടങ്ങുകളും ചെയ്യുന്നത് ഓലിയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്യേണ്ടത് എൻ്റെ നാത്തൂനായിട്ടുള്ള അമ്മുവാണ്. അതായത് ദിയേൻ്റെ അമ്മായിമാരാണ് കേട്ടോ കുളിപ്പിക്കുക റെഡിയാക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ കുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മഞ്ഞളെണ്ണയും അതേപോലെ തലയിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുളിക്കണം എന്നാണ് കേട്ടോ പറയുക. ആദ്യം തന്നെ തലയിലും മുടിയിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മഞ്ഞളെണ്ണ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുഖത്തും കയ്യിലും കാലിലും ഒക്കെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ പോലും വിടാണ്ട് എല്ലാവരും തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കൂട്ടത്തിലേക്ക് ശാലിനിയേച്ചി, നന്ദനും രാധേച്ചിയും ഒക്കെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഈ ഓലിക്ക് ഇറങ്ങാൻ കുറച്ചൊരു റിസ്ക് ഉള്ള പണിയാണ്. ഇങ്ങനെ എന്താ പറയുക, സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഒരു കല്ലൊക്കെ വെച്ചിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അവിടേക്ക് ഇറങ്ങാൻ അങ്ങനെ എല്ലാവർക്കും കഴിയാത്തതുകൊണ്ട് തന്നെ അവരൊക്കെ ആ റോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഓലി. അങ്ങനെ ദിയേൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ചെരുപ്പ്, കുട അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് ആ ഒരു നനഞ്ഞ വേഷം ഉണ്ടല്ലോ അതിൽ തന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ചെയ്യണത് അമ്മുവാണ്. പിന്നെ ബാക്കി വീട്ടിലെത്തിയിട്ടുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.